അപ്പോൾ ഈ പരീക്ഷ നടത്തിയത് ഈ വേക്കൻസി കാണാതെയാണോ അവർ പരീക്ഷ നടത്തിയത്? ചേട്ടാ, കുഞ്ഞു കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കണമെന്ന ലക്ഷ്യവുമായി PSC എഴുതി റാങ്ക് ലിസ്റ്റ് ഇടം നേടി LP സ്കൂൾ അധ്യാപകരാകാൻ കൊതിച്ച ഒരു പറ്റം യുവതി യുവാക്കൾ അവരിന്ന് തെരുവിലാണ്. റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും അവർക്ക് ഇതുവരെ ജോലി സാധ്യത ഉറപ്പായിട്ടില്ല. സർക്കാരോ സർക്കാരിന്റെ ഏതെങ്കിലും ഏജന്റുമാരോ അവരെ ഒന്ന് കാണുകയോ അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം നൽകുകയോ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് പുലർച്ചെ KC വേണുഗോപാൽ അവരുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്ന ഒരു ദൃശ്യം നമ്മൾക്ക് ലഭിക്കുകയും നമ്മളത് കാണുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു ദൃശ്യമായിരുന്നു അത്. കാരണം അവർക്ക് വേണ്ടി സംസാരിക്കാനും ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കണമെന്ന ആഗ്രഹം, അത് ഞാൻ മുൻപ് പറഞ്ഞൊരു ആഗ്രഹമാണ്. അത് ഒരു ചെറിയ ആഗ്രഹമല്ല. അറിവെന്ന് പറയുന്നത് വെളിച്ചമാണ്. വെളിച്ചമില്ലാതെ ഈ ലോകത്ത് ഒന്നും സാധിക്കില്ല എന്നിരിക്കെ അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കുവാൻ കൊതിച്ചവരെ തെരുവിലേക്ക് ഇറക്കുന്ന മനസാക്ഷിയില്ലായ്മയ്ക്ക് എന്താണ് പറയുവാനുള്ളത്? അല്ല, അതിൽ നമ്മളൊന്നും അങ്ങനെ പറയാൻ നമുക്ക് പ്രത്യേകിച്ച് ആപ്തവാക്യമൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് പറയാനുള്ളത് ഈ പറയുന്ന പോലെ PSC എന്ന് പറയുന്ന ഇവിടെ ഉദ്യോഗാർത്ഥികളെ നമുക്ക് ജോലി, അതായത് യുവാക്കൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ എങ്ങനെയാണ് പരീക്ഷ നടത്തുന്നത്? ഇപ്പോൾ താങ്കൾ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ അതിൻ്റെ അധിപനായ ഡെപ്യൂട്ടി ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലും ഉയർന്ന പോസ്റ്റ് ഇരിക്കുമ്പോൾ താങ്കളുടെ കീഴിൽ ഇത്ര ഉദ്യോഗാർത്ഥികൾ, ഇപ്പോൾ ക്ലറിക്കൽ പോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള പോസ്റ്റ്, ഇങ്ങനെ ഈ പോസ്റ്റുകളൊക്കെ തന്നെ ഒഴിവുണ്ട് എന്ന് താങ്കൾ തന്നെ എഴുതി ഇവിടുന്ന് കുറിപ്പ് PSCക്ക് കൊടുക്കണം. ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉദ്യോഗസ്ഥരെ കുറവുണ്ട്. PSC എന്ന് പറഞ്ഞാൽ നിയമനം നടത്താൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഇത് അവിടെ ചെല്ലുമ്പോൾ PSCക്കാർ എന്ത് ചെയ്യും? PSCക്കാർ ഈ പറയുന്ന ഇന്ന ക്വാളിഫിക്കേഷൻ, ഒരു LD ക്ലർക്കിന് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? മിനിമം ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. ജോലി വേണ്ടവർ അത് പൂരിപ്പിക്കുന്നു, പോയി പരീക്ഷ എഴുതുന്നു, പരീക്ഷ എഴുതിയിട്ട് ജോലിക്കുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് PSCക്ക് ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ പ്രസ്തുത ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവർക്ക് അറിയിപ്പ് കിട്ടിയിട്ടാണോ ഉദ്യോഗാർത്ഥികളെ കൊണ്ട് പരീക്ഷ എഴുതിച്ചത് എന്ന ചോദ്യമാണ് പാവങ്ങളായിട്ടുള്ള ഈ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. അതിൽ പ്രശാന്ത് പറഞ്ഞ പോലെ LP സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തസ്തികയാണ്, അധ്യാപക തസ്തികയാണ്. ആ തസ്തികയിലേക്ക് അവർ വരുന്ന ആഗ്രഹത്തോടു കൂടി, അതായത് ആ ആഗ്രഹത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രശാന്തിന് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതായത് ഈ കുട്ടികൾ നമ്മൾ ഈ പറയുന്ന ഏതാണ്ട് 3.5 വയസ്സിലാണ് മുതൽ 4 വരെ അല്ല ഈ 3.5 വയസ്സിലാണ് ഈ പറയുന്ന പോലെ ഒരു LP സ്കൂളിൽ ആക്കുന്നത്. LP സ്കൂൾ അതെ ആവട്ടെ. അപ്പം ആ പറയുന്ന രീതിയിൽ ഒരു 3.5 വയസ്സ് മുതൽ എന്ന് പറയുമ്പോൾ ആ കുട്ടിത്തം എന്ന് പറയുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. നമ്മളെല്ലാവരും ഈ കുട്ടികളെ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ ആ 3.5 വയസ്സ് മുതൽ ഏതാണ്ട് ഈ പറയുന്ന പോലെ ഒരു 9 വയസ്സ് 10 വയസ്സ് വരെയുള്ള ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ആ നിഷ്കളങ്കമായ ആ സ്വഭാവം, അവരുടെ ആ നിഷ്കളങ്കതയിൽ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര നമ്മുടെ സന്തോഷമാണ്. കാര്യം നമ്മൾ തന്നെ ഇന്നും നമ്മുടെ മക്കളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ആ സ്കൂളിൽ LP സ്കൂളിലേക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട്. ഞാൻ പഠിച്ച LP സ്കൂളിലെ എൻ്റെ അധ്യാപകരുടെ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറയും, എൻ്റെ മക്കളെ പഠിപ്പിച്ച എൻ്റെ മക്കൾ പഠിച്ചത് ഏത് സ്കൂളാണ്? തിരുവനന്തപുരത്തെ ഹോളി ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു കോൺവെന്റ് സ്കൂളിലാണ്. അവിടുത്തെ ആ സിസ്റ്ററൊക്കെ പേര് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ കുട്ടികളെ ഞാൻ അവിടെ കൊണ്ട് വിട്ടിറങ്ങും. അപ്പോൾ അതാണ് ഈ പറയുന്ന പോലെ കുട്ടിപ്രായം, അതിൽ അറിവ് പകർന്നു കൊടുക്കാന്ന് പറഞ്ഞാൽ ആ ടീച്ചേഴ്സിന് കിട്ടുന്ന അതൊരു വളരെ നിർവൃതിയാണ്, ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം. അപ്പൊ അത്തരത്തിൽ ആ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് അറിവ് പകർന്നു കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ ഇറങ്ങിത്തിരിച്ച ഈ അധ്യാപകർക്ക് ഈ പറയുന്ന ഇപ്പൊ ഈ സ്കൂളുകളിൽ ഒഴിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് PSCക്ക് അറിയിക്കാൻ പോയി? PSCയിൽ എന്തിനു നിങ്ങൾ അറിയിച്ചു? എന്നിട്ട് ഈ പരീക്ഷ എഴുതിയിട്ട് ഈ പാവങ്ങളെ എന്തിനിങ്ങനെ? പ്രശാന്തേ, ഞാൻ പറയാം, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ബ്രദർ ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഞാനും സർക്കാർ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഞാനൊരു 2 പരീക്ഷ എഴുതിയിട്ടുള്ളൂ. പോലീസിന്റെ ഒരു പരീക്ഷയും അത് കഴിഞ്ഞ് ഈ ജോലിയാണ് മഹത്തരം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എഴുതാൻ പോകാതിരുന്ന ആളാണ്. പക്ഷെ PSC പരീക്ഷ എഴുതി അതിൽ ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് എനിക്കോ നിങ്ങൾക്കോ പ്രശാന്തായാലും ഞാനായിരുന്നാലും നമുക്കൊരു അസുഖം വന്നൊരു 4 ദിവസം നമ്മൾ വീട്ടിൽ കിടന്നാലും നമ്മുടെ കസേര അവിടെ കാണും, നമ്മുടെ ജോലി അവിടെ കാണും. ഇതാണ് സർക്കാർ ഉദ്യോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ എന്താ നടക്കുന്നത്? ഈ പറയുന്ന രീതിയിൽ ഇവർ അവിടെ സമരം കിടക്കുന്നു. KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹം MP ആണ്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ സംഭവം എത്തുന്നു. ഭരണം കഴിയാറാകുന്നു. ഇത് ഒരു തവണയല്ല പ്രശാന്തേ. ഞാൻ തിരുവനന്തപുരം നിവാസിയാണ്. അത് പോട്ടെ, നമ്മൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരാണ്, നമ്മൾ കാണുന്നതാണ്. എനിക്ക് എടുത്തു പറയാൻ പറ്റും, ഈ PSC റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ എത്ര പേര് റാങ്ക് ലിസ്റ്റുള്ളവർ അവിടെ കിടന്നു. അവർ തലമുണ്ടനം ചെയ്തു. അവർ ഈ പറയുന്ന പോലെ നമ്മൾ ക്ഷേത്രത്തിനെ നമ്മൾ എന്താ പറയുക, ആ വലം വയ്ക്കുന്ന നമ്മൾ
ശയന പ്രദർശനം ശയന പ്രദർശനം നടത്തുന്നതൊക്കെ പറയില്ല, അതുപോലെ ശയന പ്രദർശനം നടത്തുക, ഇങ്ങനെയൊക്കെ പ്രതീകാത്മകമായി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കണ്ണു തുറന്നു ഇല്ലല്ലോ. പരിതാപകരമാണ്, ക്രൂരമാണ്. എന്നിട്ട് അദ്ദേഹം ഇപ്പൊ എന്താ ചെയ്തത്? 45 വയസ്സ് വരെ ഇതെല്ലാം കൂടെ 45 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതെല്ലാം അന്നേ മനസ്സിൽ കരുതി വെച്ചിട്ടാണോ ഈ പറയുന്ന പണിയൊക്കെ എടുത്തത്? സത്യം പറയട്ടെ, ഈ സമരമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം കാഴ്ചക്കാരാണ്. നമ്മൾ ഈ സെക്രട്ടേറിയറ്റിൽ ഈ പറയുന്ന പോലെ ഈ മാധവരായ ഒരു പ്രതിമയുടെ താഴെ തൊട്ട് താഴെ ഒരു നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പുസ്തകക്കടയുണ്ട്. അവിടെ നമ്മൾ ചെന്ന് സംസാരിക്കുക, രമേശൻ എന്ന പേരായാലും ആ പുസ്തകക്കടക്കാരൻ്റെ. നമ്മൾ ചെന്ന് അയാൾ നമ്മളോടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചോദിക്കും, പിന്നെ രമേശ ഈ സമരം തുടങ്ങിയിട്ട് എത്ര ആളായി? എൻ്റെ പൊന്നു സാറേ ഈ സമരം തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഈ പിള്ളേരെ അയാൾ അഭിപ്രായം പറയുന്ന ഒരാളാണ്, കാര്യം അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുന്ന. സത്യത്തിൽ അങ്ങനെ ഇത്തരത്തിൽ നിരവധി സമരങ്ങൾ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആശമാര സമരം അവിടെ കണ്ടല്ലോ, അത് മാറ്റി നിർത്താം. പക്ഷെ ഇത്തരത്തിൽ PC റാങ്ക് ലിസ്റ്റിൽ വന്ന ശേഷം എന്തിനിങ്ങനെ ഇവർ ചവിട്ടി പിടിക്കുന്നു? നമ്മുടെ സംശയം ഇത്രേ ഉള്ളൂ. എന്റെ സംശയം പിൻവാതിൽ നിയമനം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഇതിൽ മാത്രമല്ല ചേട്ടാ, പല കാര്യത്തിലും ഞാൻ 2006, 2007, 2008 KSEBിയുടെ എക്സാം എഴുതിയ ഒരാളാണ് ഞാൻ. KSEB എക്സാം എഴുതിയ ഒരാളാണ്, KSRTC എക്സാം എഴുതിയ ഒരാളാണ് ഞാൻ. ഇതിൽ രണ്ടിലും റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ട് പോലും പ്രവേശനം ലഭിക്കാതെ ഒരു ജോലിക്ക് വേണ്ടി അവസാനം ഒരു കേബിൾ TVയിൽ കേബിൾ വലിക്കാനായിട്ട് പോയി ജോലി എടുത്തിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം പ്രൈവറ്റ് ആയിട്ടുള്ള ജോലിയിലേക്ക്, കാരണം റാങ്ക് ലിസ്റ്റ് പേരുണ്ടായിരുന്നു, ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു, വിളിച്ചില്ല. പിന്നീട് അത് എഴുതാനും പോയിട്ടില്ല, കാരണം ഇവന്റെ ഒന്നും ഔദാര്യം വേണ്ട എന്നുള്ള തീരുമാനം കൊണ്ട് തന്നെയാണ്. പിൻവാതിൽ നിയമനം ഇതിനു മുൻപും ചർച്ചയായിട്ട് വന്നിട്ടുള്ളതാണ്. പിൻവാതിൽ നിയമനം തനിക്ക് വേണ്ടവരെ ചുമലിൽ ചുവന്ന് പിൻവാതിലൂടെ കയറ്റി അധികാരങ്ങളിലിരുത്തി അവരുടെ കയ്യിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്ന് ജീവിക്കുന്ന നായ്ക്കളായിട്ട് ഇവിടുത്തെ ഭരണസമിതിയും അതുപോലെ തന്നെ സർക്കാരും മാറിയിട്ട് ഇന്നോ ഇന്നലെ ഒന്നോ അല്ല, വർഷങ്ങളായി ഇത് മാറിയിട്ട് ഈ പിൻവാതിൽ നിയമനം കൊണ്ട് അർഹതപ്പെട്ടവരുടെ അവകാശങ്ങൾ ഖണ്ഡിക്കപ്പെടുമ്പോൾ അവർ തെരുവിലേക്ക് ഇറങ്ങുമല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അല്ല പ്രശാന്ത്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ, ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു വാർത്ത കണ്ടു. PSC വഴി ജോലിക്ക് റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവരുടെ നിൽക്കുമ്പോൾ തന്നെ സഖാക്കളുടെ പിന്നെ സഖാക്കളെ നിയമനം നടത്തിയിരിക്കും. സഹോദരനോ സഹോദരിയോ ഭാര്യയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അത് അവരുടെ പാർട്ടി കൂറ് അത് അവർ കാണിച്ചോട്ടെ. പക്ഷെ അത് എന്ത് കാണിച്ചോട്ടെ എന്ന് പോലും പറയാൻ പറ്റില്ല. കാര്യം ഈ പറയുന്ന രീതിയിൽ PSC പിന്നെ എന്തിനാണ് നമ്മൾ പരീക്ഷ എഴുതിയ റാങ്ക് ലിസ്റ്റിൽ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന പോലെ അന്ന് നമ്മൾ വാർത്ത വായിച്ചപ്പോൾ നമ്മൾ കേട്ടതാണ്. എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്ന പേരുകൾ നമ്മൾ ഈ പറയുന്ന ഈ എന്താ പറയുക പിന്നെ ലെക്ചർ പോസ്റ്റിൽ പ്രൊഫസർ ഉദ്യോഗത്തിന് പോലും റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ട് അതിനെ ഇവരുടെ പാർട്ടിയുടെ ആളിനെ താൽക്കാലിക നിയമനം കൊടുത്ത് കയറി. അതിനും ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദന്റെ വകഭാഷ്യം ഒന്നും. ഇത് ഇവരെ സംബന്ധിച്ച് ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർ ഇതിനെ എന്തിനേയും ക്ലാരിഫൈ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് എന്തിനും ഒരു സാധൂകരണമുണ്ട് അല്ലേ? ഇവർ നിയമനം നടത്തിയിട്ട് എനിക്കറിയാം കേരള വാട്ടർ അതോറിറ്റിയിൽ ഈ പറയുന്ന പോലെ പിന്നെ നമ്മളെ വീടുകളിൽ ബില്ലെടുക്കാൻ വരുമല്ലോ, ആ തസ്തികയിലേക്ക് നമ്മുടെ വാട്ടർ ഇതിന്റെ മീറ്ററിന്റെ റീഡിംഗ് എടുത്തിട്ട് അതിന്റെ എമൗണ്ട് എത്ര ആ തസ്തികയിലേക്ക് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് ഉള്ളവർ നിൽക്കുമ്പോൾ പാർട്ടിയുടെ നിയമനം നടത്തുന്നുണ്ട്. അപ്പൊ പാർട്ടി നിയമനം എന്തിനാണ്? പാർട്ടി നിയമനം നടത്തുക മാത്രമല്ല, ഈ പറയുന്ന ഒരു 3 മാസം അല്ലെങ്കിൽ പോട്ടെ ഒരു 6 മാസം അല്ലെങ്കിൽ 10 മാസം ഇതവിടെ നിയമനം നടക്കുമ്പോഴേ ബ്രാഞ്ച് സെക്രട്ടറി അല്ല പോട്ടെ ജില്ലാ സെക്രട്ടറി ഇവനോട് പറയും, അവന്റെ വീട്ടുകാരോട് പറയും, അല്ലെങ്കിൽ ഇവനോട് പറയും, നീ പോയി ഒരു വർഷം ഭരണം നിൽക്കുകയല്ലേ, ജോലി സ്ഥിരപ്പെടുത്തി തരാം. എന്തായി? ഒരു 28 വയസ്സുകാരനാണ്, 29 വയസ്സുകാരനാണെങ്കിൽ ആ ഒരു കല്യാണം കഴിക്കും. ഒരു പെൺകുട്ടിയാണെങ്കിൽ 25 വയസ്സാണെങ്കിൽ ആ പേര് പറഞ്ഞ് ആ കുട്ടിക്ക് ഒരു കല്യാണം നടത്തും. ഇത് ഈ പറയുന്ന ആ ഒരു ബാധ്യത ഇവർ തന്നെ പാർട്ടി അങ്ങ് ഏറ്റെടുക്കുക, എന്നിട്ട് ഇതെങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നിയമനം ഇപ്പൊ പ്രശാന്ത് പറഞ്ഞ പോലെ താങ്കൾ KSEBിയുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, എന്നിട്ട് താങ്കൾക്ക് ജോലി കിട്ടിയോ? ഇല്ലല്ലോ. അപ്പൊ അതുപോലെ അത് നമ്മളൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇത്തരത്തിൽ PSC വഴി പരീക്ഷ നടത്തേണ്ടത് ഇവർക്ക് എന്താ വല്ല പിന്നെ വഴിപാടുണ്ടോ? PSCക്കാർക്ക് വല്ല വഴിപാട് നമ്മൾ പറയുമല്ലോ, അമ്പലത്തിൽ വഴിപാട് നടത്താന്ന് പറഞ്ഞ വഴിപാടാണോ ഈ ഉദ്യോഗാർത്ഥികളെ ഈ പരീക്ഷ എഴുതിക്കുക എന്ന് പറഞ്ഞാൽ? ആർക്കോ വേണ്ടി പരീക്ഷ നടത്തുന്നു, ആർക്കോ വേണ്ടി ഈ ചടങ്ങുകൾ നടത്തുന്നു, എന്നിട്ട് കുറെ പ്രഹസനം നടത്തുന്നു, എന്നിട്ട് പോണ പോക്കിൽ 45 വയസ്സ് വരെ ഞങ്ങൾ PSCക്ക് നിയമനം ഉണ്ടാക്കാൻ പോകുന്നു. പക്ഷേ ചേട്ടാ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യുവജനത മൊത്തത്തിൽ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം കോഴിക്കോട് നമ്മൾ ഇതിൽ പറയേണ്ട ഒരു കാര്യം ഒന്നുകൂടെ ഇത് നമ്മൾ സംസാരം നിർത്തുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, KC വേണുഗോപാൽ ഇടപെട്ടിരിക്കുന്നു. KC വേണുഗോപാൽ ഇടപെട്ട് ഈ സംഗതിക്ക് ഒരു എന്താ പറയുക ഒത്തുതീർപ്പുണ്ടാക്കണമെന്ന് KC വേണുഗോപാൽ അവരോട് സംസാരിക്കുന്ന ആ രംഗം അത് നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. KC വേണുഗോപാലിന്റെ ഇടപെടലിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യത. കാര്യം ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ.
ഈ സർക്കാരിന്റെ കാലാവധി ദിനം ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ KC വേണുഗോപാൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു മാറ്റമുണ്ടാകാൻ ചേട്ടാ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വന്നതാണ്. മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് യുവത്വത്തിലൂടെയാണ്. യുവജനതയാണ് ഇവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടത്. പക്ഷേ ആ യുവജനത, അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും വിവരവുമുള്ള യുവജനത പൂർണ്ണമായും ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ്. കാരണം നമ്മൾ ഇന്നലെ സംസാരിച്ചാണ്, കോഴിക്കോട് നഴ്സുമാർ മൊത്തത്തിൽ തെരുവിലാണ്. 40,000 രൂപ ശമ്പളം വേണമെന്നുള്ള അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടി. ഇപ്പോൾ ഇതാ LP സ്കൂൾ അധ്യാപകരും തെരുവിലാണ്. ഇനിയിപ്പം ഇതിങ്ങനെ ഒരു തുടർ നാടകമായി വന്നുകൊണ്ടിരിക്കും. അപ്പോഴും അധികാരത്തിന്റെ കസേരകളിൽ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്ന കുറച്ച് അധികാരികളാണ് നമുക്കുള്ളത് എന്നത് ഭയപ്പെടുന്ന വസ്തുത തന്നെയാണ്.